ആയുർവേദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശുദ്ധീകരണ ചികിത്സാ രീതികളിൽ ഒന്നാണ് പഞ്ചകർമ്മ. ശരീരത്തിലെ ദോഷങ്ങളെ സന്തുലിതമാക്കുകയും വിഷാംശങ്ങൾ നീക്കം ചെയ്ത് ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന ഈ ചികിത്സയ്ക്ക് കർക്കിടക മാസത്തിൽ പ്രത്യേക പ്രാധാന്യമുണ്ട്. പഞ്ചകർമ്മ ചികിത്സയുടെ രീതികളും ഗുണങ്ങളും അറിയാം. ലഘുവായിട്ടുള്ളതും ദഹിക്കാൻ എളുപ്പമുള്ളതുമായിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. ആഹാരം ചൂടുള്ളത് വേണം കഴിക്കേണ്ടത്. ആഹാരത്തിൽ നെയ്യ്, തേന് എന്നിവ ഉപയോഗിക്കാവുന്നതാണ്. ചുക്ക്, വെളുത്തുള്ളി, അയമോദകം, ജീരകം എന്നിവ ഉൾപ്പെടുത്തുന്നത് ദഹനം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള പേരയ്ക്ക, ബെറീസ്, പ്ലം, പപ്പായ തുടങ്ങിയവ കഴിക്കുന്നത് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയ ഭക്ഷണം ധാരാളം കഴിക്കാൻ ശ്രദ്ധിക്കുക. തൈരിൻ്റെ ഉപയോഗം ഈ സമയത്ത് കുറയ്ക്കേണ്ട ആവശ്യമുണ്ട്. അത് നമുക്ക് ബട്ടർ മിൽക്കായിട്ട് ഉപയോഗിക്കാം, പക്ഷേ കട്ട തൈരായിട്ട് കഴിക്കുന്നത് കുറയ്ക്കുക. ദഹിക്കാൻ പ്രയാസമായിട്ടുള്ള മാംസാഹാരങ്ങൾ, എരിവ്, പുളി എന്നിവ കുറയ്ക്കുക. ഫ്രിഡ്ജിൽ സൂക്ഷിച്ച ഭക്ഷണം ഇടയ്ക്കിടയ്ക്ക് ചൂടാക്കി കഴിക്കുന്ന ശീലം ഒഴിവാക്കേണ്ടതായുണ്ട്. ആയുർവേദ ചികിത്സയോടൊപ്പം പറയുന്ന പഥ്യ ആഹാരങ്ങൾ ശരിക്കും ആ രോഗത്തിനെ നിയന്ത്രിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് പഥ്യത്തിൽ ഉൾപ്പെടുത്തുന്നത്. പഥ്യം എന്ന് പറയുമ്പോൾ ആഹാരത്തിലും വിഹാരത്തിലും വരുന്നു. ഇപ്പം ജലദോഷമുള്ള ഒരു വ്യക്തിക്ക് ജലദോഷം ഒഴിവാക്കുന്നതിന് തണുത്തതായിട്ടുള്ള ഭക്ഷണം, തൈര്, വൈകുന്നേരത്തേക്ക് ശേഷം കഴിക്കുന്ന ഫ്രൂട്ട്സ് ഐറ്റംസ് ഇവയെല്ലാം ജലദോഷം കൂട്ടുന്നതിന് കാരണമാകുന്നു. അപ്പം അത്തരത്തിലുള്ള ആഹാരങ്ങൾ നിയന്ത്രിക്കുന്നത് വഴി രോഗത്തിനെ തന്നെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. അതുപോലെ വിഹാരത്തിലെ പഥ്യം ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ ജലദോഷമുള്ള വ്യക്തി ഇടയ്ക്കിടയ്ക്ക് തണുത്ത വെള്ളത്തിൽ കുളിക്കുക, വെയിലത്ത് നടന്ന ശേഷം വന്ന് തണുത്ത വെള്ളം കുടിക്കുക എന്നിവയെല്ലാം വിഹാരത്തിൽ വരുന്ന അപഥ്യങ്ങളാണ്. അപ്പം ഇതെല്ലാം നിയന്ത്രിക്കുകയാണെന്നുണ്ടെങ്കിൽ രോഗത്തിനെയാണ് മാറ്റി നിർത്താൻ കഴിയുന്നത്.